ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നമ്മളുടെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് എന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് മൊഡ്യൂള് ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ. സോ നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ്, എങ്ങനെയാണ് അത് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തിയിട്ട് ഇന്റർപ്രിട്ടേഷൻ നടത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So today we are going to discuss the meaning of financial analysis, the purpose of doing financial analysis and the significance of doing financial analysis in a organization. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മീനിങ്, ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആണ്. നമ്മൾ ഒരു കാര്യം അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് അതിൽ നിന്നും ഒരു മീനിങ് നമ്മൾ ഡെസിഫർ ചെയ്യുക എന്നുള്ളതാണ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഡാറ്റ അതിനെ നമ്മൾ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു മീനിങ് നമ്മൾ ഉൾക്കൊള്ളുക, അതിനാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുക, അതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം അല്ലെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യണം. അതെന്തൊക്കെയാണ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും. സോ അങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് ആ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. അതായത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ നോക്കിയിട്ട് ഈ ഓർഗനൈസേഷൻ എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്, ഈ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് എത്രയാണ്, കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ എത്രത്തോളം ഫണ്ട് പുറത്തു നിന്നും ബോറോ ചെയ്തിട്ടുണ്ട്, ഓർഗനൈസേഷൻ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എത്ര അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഏതൊക്കെ ഇൻഫോർമേഷൻ ആണോ നമുക്ക് വേണ്ടത് അതെല്ലാം അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ അനാലിസിസ് ഇസ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. Then financial strength and weakness of firm. ഫിനാൻഷ്യൽ അനാലിസിസ് നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ആ ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ടാണോ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു പ്രോഫിറ്റബിലിറ്റി ആ ഓർഗനൈസേഷൻ ഉണ്ടോ. സോ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രോഫിറ്റബിലിറ്റി ആ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓർഗനൈസേഷനെ ഫിനാൻഷ്യലി സ്ട്രെങ്ത് എന്ന് പറയാം. അല്ലെങ്കിൽ അല്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫിനാൻഷ്യലി വീക്ക് എന്ന് പറയാം. സോ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓർഗനൈസേഷൻ ഫിനാൻഷ്യലി സ്ട്രെങ്ത് ആണോ വീക്ക് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ഫിനാൻഷ്യൽ അനാലിസിസ് ഓൾസോ ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എ ഫേം. Then establish relationship between the items in financial statements. ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എന്ത് ഇൻഫോർമേഷൻ ആണോ നമുക്ക് അതിൽ നിന്നും ഡെസിഫർ ചെയ്യേണ്ടത്, നമുക്ക് അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസ്, ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അതിൽ ഉണ്ടാവും ഡാറ്റാസ്, അസറ്റിന്റെ ഡാറ്റ ഉണ്ടാവും, ലയബിലിറ്റിയുടെ ഡാറ്റ ഉണ്ടാവും. അസറ്റ് കോളത്തിൽ നമുക്ക് എത്ര കറന്റ് അസറ്റ് ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, ലയബിലിറ്റീസ് കോളത്തിൽ എത്ര കറന്റ് ലയബിലിറ്റി ഉണ്ട്, കറന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ലയബിലിറ്റി ഉണ്ട് എന്നൊക്കെ ഉണ്ടാവും. സോ എന്ത് ഡാറ്റയാണോ, ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയേണ്ടത് ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയണം എന്ന് വെക്കുക. അപ്പൊ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് ഡാറ്റ ആണോ വേണ്ടത് ആ ഡാറ്റാസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നോക്കിയിട്ട്
നമ്മൾ അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്തിനാണ്? നമുക്കൊരു ഇൻഫോർമേഷൻ അതിൽ നിന്നും തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള മീനിങ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമ്മൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നുമുള്ള ഡാറ്റാസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷമാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, then financial analysis also helps in ascertaining the financial position and performance. ഒരു ഓർഗനൈസേഷന്റെ ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അതിന്റെ പെർഫോമൻസ് എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ പ്രോഫിറ്റബിൾ ആണോ അല്ലയോ, സൗണ്ട് ആണോ അല്ലെങ്കിൽ അൺസൗണ്ട് ആണോ എന്നുള്ളതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയാം. ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ, ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണോ ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് ഒരു ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അതുപോലെ പെർഫോമൻസും അറിയാൻ വേണ്ടി നമ്മളെ ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം എന്നുണ്ടെങ്കിൽ അത്, ഇനി അതല്ല സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അറിയണം എന്നുണ്ടെങ്കിൽ അത്. സോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മളൊരു ഇൻഫോർമേഷൻ ഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. എന്തിനാണ് നമ്മളൊരു ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത്, അത് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, to ascertain the operating performance of the business. നമ്മളൊരു ഫിനാൻഷ്യൽ അനാലിസിസ് ഓർഗനൈസേഷനിൽ ചെയ്യുന്നത് ഒരു പർപ്പസ് എന്നുള്ളത് നമുക്ക് പറയാം, ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ്, ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഓരോ വർഷവും എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്ലാൻ ചെയ്തിട്ട് ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ആ ബജറ്റിൽ ഉണ്ടാവും നമുക്ക് എത്രത്തോളം കോസ്റ്റ് നമുക്ക് ഇൻകർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് കിട്ടാൻ നമുക്ക് എത്രത്തോളം റവന്യൂ നമ്മൾ ഏൺ ചെയ്യണം എന്നൊക്കെ ഓൾറെഡി ബജറ്റഡ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ബജറ്റ് അനുസരിച്ചാണ് ഒരു ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ നമുക്ക് ഫിനാൻഷ്യൽ അനാലിസിസിനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ, ടു ഡിറ്റർമൈൻ ദ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി ഓഫ് ദ ഫേം. ഒരു ഓർഗനൈസേഷന്റെ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഡെപ്റ്റ് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പൊ ഡെപ്റ്റ് എന്താണ്? ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടാണ്. ഇപ്പോൾ ഓർഗനൈസേഷൻ ഒക്കെ അവർക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വലിയ വലിയ രീതിയിൽ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ബോൺസ് ആയിട്ടൊക്കെ കടമെടുത്തിട്ടുണ്ടാവും. സോ എത്രയാണോ അവരുടെ ലോങ് ടേം ആയിട്ടുള്ള കടമുള്ളത് അതിനെ റീപേ ചെയ്യാൻ, അത് റീപേ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയാലും അല്ലെങ്കിൽ ഫുൾ പ്രിൻസിപ്പൽ എത്രയാണോ ലോൺ എമൗണ്ട് എടുത്തത് ആ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും അത് റീപേ ചെയ്യാൻ ഒരു ഓർഗനൈസേഷന് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓരോ പർപ്പസും ഓരോ ആളുകൾക്കാണ് ആവശ്യമുള്ളത്. ഈ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് അറിയേണ്ടത് ഒരു ഓർഗനൈസേഷന്റെ മാനേജറിനെ സംബന്ധിച്ചിടത്ത് എസെൻഷ്യൽ ആണ്. കാരണം അയാൾക്ക് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നോക്കണം ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ടാണോ പെർഫോം ചെയ്യണം എന്നുള്ളത് അയാൾക്ക് നോക്കണം. അതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി, ഒരു ഓർഗനൈസേഷന് അവർക്കുള്ള ഡെപ്റ്റ് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയേണ്ടത് ആരെ സംബന്ധിച്ചിടത്താണ് എസെൻഷ്യൽ ഉള്ളത്, ക്രെഡിറ്റേഴ്സ്. അതായത് നമുക്ക് ഒരാൾ കടം തരണം എന്നുണ്ടെങ്കിൽ ആ കടം തരേണ്ട ആള് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യും, ആദ്യം നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ സൗണ്ട് ആണോ അല്ലെങ്കിൽ നമുക്കൊരു കടം തന്നു കഴിഞ്ഞാൽ അത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യും. അങ്ങനെ ഈ പർപ്പസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് ആണ്. അങ്ങനെ ഡിഫറെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പർപ്പസ്, ടു മേക്ക് ഇന്റർ ഫേം കമ്പാരിസൺ. നമ്മൾ ഇന്റർ ഫേം കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടും ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് പ്രിപ്പയർ ചെയ്യും. നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് അണ്ടർടേക്ക് ചെയ്യും. അപ്പൊ ഇന്റർ ഫേം കമ്പാരിസൺ എന്താണ്? രണ്ട് കാര്യങ്ങൾ തമ്മിൽ നമ്മൾ ഉള്ള ഡിഫറൻസസോ അല്ലെങ്കിൽ സിമിലാരിറ്റീസോ കണ്ടെത്തുന്നതിനെയാണ്
കമ്പാരിസൺ എന്ന് പറയാം. ഇന്റർ ഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ്. അപ്പോൾ രണ്ട് ഓർഗനൈസേഷൻ, ഒരേ ഇൻഡസ്ട്രിയിലുള്ള രണ്ട് ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് കമ്പയർ ചെയ്യുന്നതിനാണ് ഇന്റർ ഫേം കമ്പാരിസൺ എന്ന് പറയാം. അപ്പൊ എന്തിനാണ് നമ്മൾ ഇന്റർ ഫേം കമ്പാരിസൺ നടത്തുന്നത്? അതായത് ഒരേ ഇൻഡസ്ട്രിയിലുള്ള സ്റ്റീൽ ഇൻഡസ്ട്രി, സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് കമ്പനി, അപ്പൊ ആ രണ്ട് കമ്പനീസും സ്റ്റീൽ ഇൻഡസ്ട്രിയിലാണ് പെടുന്നത്. അപ്പൊ ഒരു കമ്പനി എന്ത് ചെയ്യും, അതിനോടൊപ്പം തന്നെയുള്ള വേറൊരു എ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ബി എന്നുള്ള കമ്പനീന്റെ പെർഫോമൻസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അനലൈസ് ചെയ്യും. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവരുടെ എ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡ്രോബാക്ക് എന്തൊക്കെയാണ്, ബി എന്നുള്ള കമ്പനി ഇങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, അപ്പൊ അവർക്ക് എങ്ങനെ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഒരേപോലെയുള്ള ഒരേ ഇൻഡസ്ട്രിയിലുള്ള രണ്ട് ഡിഫറെന്റ് ഫേംസിന് അവരുടെ ഡിഫറെന്റ് ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ കോസ്റ്റും റവന്യൂ ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനും വേറെയുള്ളവരുടെ സ്ട്രെങ്ത് നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ റിഫ്ലക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഇന്റർ ഫേം കമ്പാരിസന് വേണ്ടിയാണ്. The next one, to measure the managerial efficiency of the firm. ഒരു ഓർഗനൈസേഷന്റെ മാനേജറിയൽ എഫിഷ്യൻസി മെഷർ ചെയ്യാനും നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ മാനേജറിയൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് നടക്കുന്നുണ്ട്, നമുക്കറിയാം ഓർഗനൈസേഷനിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഇതൊക്കെയാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്നും ഒരു മാനേജർ ഈ പ്ലാനിങ് അല്ലെങ്കിൽ മാനേജിങ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ എന്താണ് മാനേജിങ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫിനാൻഷ്യലി നമ്മൾ സൗണ്ട് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം ഓർഗനൈസേഷൻ വീക്ക് ആണോ സ്ട്രോങ് ആണോ എന്ന് മനസ്സിലാക്കാം. അപ്പൊ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീനിങ് കൊടുക്കാം, നമ്മളുടെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജിങ് കറക്റ്റ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അല്ല വീക്ക് ആണെങ്കിൽ നമുക്ക് അതിനൊന്ന് മനസ്സിലാക്കാം നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഓപ്പറേഷൻ, ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. സോ മാനേജ്മെന്റ് എഫിഷ്യന്റ് അല്ല, നമ്മൾ അതിൽ ഒരു ചേഞ്ച് വരുത്തിയേ പറ്റൂ എന്ന് നമുക്ക് മനസ്സിലാവും. സോ മാനേജറിയൽ എഫിഷ്യൻസി എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നതിലൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, then to judge the present and future profitability of a firm. നമ്മളൊരു ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നത് ഒരു ഓർഗനൈസേഷന്റെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി, അതായത് ഇപ്പോൾ പ്രസന്റ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് കറന്റ്ലി എത്രയാണ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എത്രത്തോളം ആവാം. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടല്ലോ ഫിനാൻഷ്യൽ അനാലിസിസിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പ്രോഫിറ്റ് കറന്റ്ലി ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ ഫ്യൂച്ചറിൽ എത്ര വരെ ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബാലൻസ് ഷീറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്, നമുക്ക് എത്ര കടങ്ങളുണ്ട്, നമ്മളുടെ ഓപ്പറേഷൻ എഫിഷ്യൻസി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ എത്ര പ്രോഫിറ്റബിലിറ്റി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവാം എന്നുള്ളത് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. Then it help in economic decision making. ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഒരു മാനേജറിന് അയാൾക്ക് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മാനേജർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്ക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ അവർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ അനാലിസിസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ അവർക്ക് ആവശ്യമുള്ള ഡിസിഷൻ, ആ ഡിസിഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. കാരണം അവർക്ക് ഡിസിഷൻ മേക്കിംഗ്, ഒരു ഓർഗനൈസേഷന്റെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണോ അതിനെ ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അവൈലബിൾ ആണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. സോ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, then
വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്? അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്തിനാണ് പർപ്പസ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്നിഫിക്കൻസ് എന്താണ്? ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ അനാലിസിസ് കൊണ്ടുള്ള റെലവൻസ്, അതാണ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഫേം. ഓക്കെ, ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റിനെ അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ പ്രോഫിറ്റബിലിറ്റി എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ നോക്കി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഓർഗനൈസേഷന്റെ പ്രസന്റ് പ്രോഫിറ്റ് എത്രയാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഏതൊരാൾക്കാണോ, മാനേജറിനാണോ അറിയേണ്ടത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനാണോ അറിയേണ്ടത്, അല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള ഒരാൾക്കാണോ അറിയേണ്ടത്? ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. സോ ഫിനാൻഷ്യൽ അനാലിസിസ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ദെൻ ഇമ്പോർട്ടൻസ് ടു ക്രെഡിറ്റേഴ്സ്. ഫിനാൻഷ്യൽ അനാലിസിസ് ക്രെഡിറ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓർഗനൈസേഷൻ ആരാണോ ഡെപ്റ്റ് തരുന്നത് അല്ലെങ്കിൽ ക്രെഡിറ്റ് തരുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസേഷന്റെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ നമുക്ക് ക്രെഡിറ്റ് തരുമ്പോൾ, ക്യാഷ് കടം തരുമ്പോൾ അവർക്ക് അറിയണം നമുക്ക് കടം തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചടക്കേണ്ട സമയമാവുമ്പോൾ, നമുക്ക് കടം തന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടക്കേണ്ട ടൈം ആവുമ്പോൾ നമുക്കത് തിരിച്ചു തരാനുള്ള റീപേയിങ് കപ്പാസിറ്റി ഒരു ഓർഗനൈസേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ അവർക്ക് അനലൈസ് ചെയ്യണം. അപ്പൊ ക്രെഡിറ്റേഴ്സിന് ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവരെ നമുക്ക് ക്യാഷ് ക്രെഡിറ്റിന് തരുമ്പോൾ അത് റീപേയ്മെന്റ് ടൈം ആവുമ്പോൾ നമുക്ക് റീപേയിങ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സിന് എന്താണ്? ഫിനാൻഷ്യൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇമ്പോർട്ടൻസ് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാനേജ്മെന്റ് സ്മൂത്ത് ആയിട്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡിഫറെന്റ് മാനേജ്മെന്റ് ഫങ്ഷൻസ് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെന്റ് മാനേജ്മെന്റ് ഫങ്ഷൻസ്? ഡിഫറെന്റ് മാനേജ്മെന്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഒക്കെയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫ്യൂച്ചർ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഓർഗനൈസേഷൻ്റെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മാനേജ്മെന്റിന് അവർക്ക് എന്തൊക്കെ ഡിസിഷൻ എടുക്കണോ അതുപോലെ മാനേജ്മെന്റ് ഫംഗ്ഷനും അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ഒരു സിഗ്നിഫിക്കൻസ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണ്? ഒരു ഓർഗനൈസേഷന് ഏത് ഏരിയയിലാണ് അവരുടെ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യേണ്ടത്, അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയാം. അപ്പോൾ എന്തിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. നമുക്ക് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അസറ്റ്സ് മേടിച്ചിടാം. അങ്ങനെ എന്ത് ഇൻവെസ്റ്റ്മെന്റ്, എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നടത്തേണ്ടത്, നമുക്ക് ഫ്യൂച്ചറിൽ റിട്ടേൺ തരുന്ന എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അസറ്റ്സിലാണോ അല്ലെങ്കിൽ വേറെ ബോൺസിലാണോ, അങ്ങനെ നമുക്ക് റിട്ടേൺ തരുന്ന എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കേണ്ട ഒരു ഫേമിന് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻസ് ടു എംപ്ലോയീസ്. ഫിനാൻഷ്യൽ അനാലിസിസ് എംപ്ലോയീസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓർഗനൈസേഷന് എംപ്ലോയീസിന് ഇപ്പോൾ കറൻ്റ് ഉള്ള എംപ്ലോയി അല്ല, ഫ്യൂച്ചറിൽ ഒരാൾക്ക് ഓർഗനൈസേഷനിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം, ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കിയിട്ട് ആ ഓർഗനൈസേഷൻ സൗണ്ട് ആണോ അല്ലേ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഓർഗനൈസേഷൻ സൗണ്ട് ആണെങ്കിൽ നമുക്കൊരു അസംഷനിൽ എത്താം, ഓർഗനൈസേഷൻ എന്താണ് നല്ല പ്രോഫിറ്റബിൾ ആണ്, അപ്പോൾ നല്ല റെമ്യൂണറേഷൻ കിട്ടും എന്നുള്ളതൊക്കെ അവർക്ക് അസ്യൂം ചെയ്യാം. സോ എംപ്ലോയീസിന് അവരുടെ റെമ്യൂണറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് നടത്താം. സോ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു എംപ്ലോയീസ്. ഇനി ഇമ്പോർട്ടൻസ് ടു ഗവൺമെന്റ്. നമ്മളുടെ ഫിനാൻഷ്യൽ അനാലിസിസിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ആണ്.
അത് ഗവൺമെന്റിന് ഫിനാൻഷ്യൽ അനാലിസിസ് അണ്ടർടേക്ക് ചെയ്യുക, പെർഫോം ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഗവൺമെന്റിന് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്നുള്ളത് ഏതൊരു ഗവൺമെന്റ് ഏജൻസിയും, അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസിന്റെ കാര്യം പറയാം, അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റീസിന്റെ കാര്യം പറയാം. അപ്പൊ അവർക്ക് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണെന്ന് അറിയാൻ പറ്റും, അവരുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. സോ ആ ഒരു കറക്റ്റ് പ്രോഫിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് അവർ ടാക്സ് ചാർജ് ചെയ്യുക. അപ്പോൾ ഒരു ഗവൺമെന്റ് അതോറിറ്റീസിന് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ടാക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ദെൻ ഇമ്പോർട്ടൻസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ ഫ്യൂച്ചറിൽ ഷെയർ ഹോൾഡേഴ്സ് ആവാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഷെയർസ് എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ, അവർക്ക് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ആ ഓർഗനൈസേഷൻ സൗണ്ട് ആണോ, അല്ലെങ്കിൽ എത്രത്തോളം ഡിവിഡൻഡ് ആണ് ആ ഓർഗനൈസേഷൻ ഇതുവരെ കൊടുത്തോണ്ടിരുന്നത്, ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ്. അപ്പൊ അവർ ഈ ഓർഗനൈസേഷനിൽ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചർ ഒരു ഗ്രോത്ത് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർക്ക് ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാനും ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. ദെൻ കമ്പാരിറ്റീവ് സ്റ്റഡീസ്. നമ്മൾ നേരത്തെ പർപ്പസ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്റർഫേം കമ്പാരിസൺ. അതായത് നമുക്ക് ഡിഫറെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് ഫേം തമ്മിൽ നമ്മളുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സോൾവൻസി ഓഫ് ദ ഫേം. ഒരു ഫേം സോൾവെന്റ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന്റെ എബിലിറ്റി ഓഫ് എ ഫേം ടു പേ ഇറ്റ്സ് ലോങ് ടേം ലയബിലിറ്റി, അതാണ് സോൾവൻസി എന്ന് പറയുന്നത്. അതായത് ഒരു ഫേം കടം എടുത്തിട്ടുണ്ടെങ്കിൽ, ലോങ് ടേം ആയിട്ടുള്ള കടം എടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലോങ് ടേം ലോൺ ഒക്കെ ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ, 10 വർഷത്തിനൊക്കെ ഉള്ള ഒരു ലോൺ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ റീപേ ചെയ്യാനുള്ള അയാളുടെ എബിലിറ്റിനെയാണ് നമ്മൾ സോൾവൻസി എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അസറ്റ് ആ ഓർഗനൈസേഷൻ ഉണ്ട്, എത്ര ലോൺ അല്ലെങ്കിൽ ലയബിലിറ്റി അയാൾക്ക് ഉണ്ട്. അപ്പോൾ ലയബിലിറ്റീസിനേക്കാളും കൂടുതലാണ് അസറ്റ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു കോൺഫിഡൻസ് ആണ്. ഒരു ക്രെഡിറ്ററിന് ആണ് ഇപ്പോൾ ഈ സോൾവൻസിയുടെ ഇൻഫർമേഷൻ വേണ്ടി വരിക. അപ്പോൾ ആ ക്രെഡിറ്ററിന് അറിയാം സേഫ് ആണ്, അയാൾക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാലും അയാൾക്ക് അതിനേക്കാൾ കൂടുതൽ അസറ്റ് ഉണ്ട്, ഇൻ കേസ് അയാൾക്ക് അത് തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ അസറ്റ് അവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ ഒരു ക്രെഡിറ്റർക്കോ അല്ലെങ്കിൽ ആർക്കാണോ ആവശ്യമുള്ളത് ഒരു ഓർഗനൈസേഷന്റെ സോൾവൻസി പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻസ് ടു ക്രെഡിറ്റേഴ്സ്. ഇമ്പോർട്ടൻസ് ടു ക്രെഡിറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ അസിസ്റ്റ് ഇൻ പ്രിപ്പയറിംഗ് ബജറ്റ്. ഫിനാൻഷ്യൽ അനാലിസിസ് നമുക്ക് ബജറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബജറ്റ് എന്താണ്? ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് ആണ്. ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന് ബജറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യണം, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, ഇന്നൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ഫോർകാസ്റ്റിംഗ് നമ്മൾ നടത്തണം. നമുക്ക് ബജറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് നടത്തണം. അപ്പൊ എത്ര കോസ്റ്റ് ആണോ ഒരു ഓർഗനൈസേഷന് ഇൻകർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എത്രത്തോളം റവന്യൂ ആണ് ഓർഗനൈസേഷൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് നടത്തണം. അപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കോസ്റ്റും റവന്യൂ ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിലുള്ള ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ അനാലിസിസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. Okay, thank you.